ഒരു ഉമ്മ ഒരിക്കൽ തൻ്റെ മകൾക്ക് കുറേ മുത്തുകൾ കോർത്തിട്ടുള്ള ഒരു മാല, ഭംഗിയുള്ളൊരു മാല കൊടുക്കുകയാണ്. അവളത് ഏറെ ഇഷ്ടത്തോടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ആ മാലയുടെ അതിൻ്റെ ബലം ഇങ്ങനെ കുറഞ്ഞു പോകാൻ തുടങ്ങി. നൂലിൻ്റെ ബലം കുറയുന്നതിനനുസരിച്ച് അതിൽ നിന്ന് ഓരോ മുത്തുകൾ ഇങ്ങനെ അടർന്നു വീഴാൻ തുടങ്ങി. അവസാനം അവൾ ആ മാലയെടുത്ത് നോക്കിയപ്പോഴേക്കും ആ മാലയുടെ മുത്തുകളൊക്കെ പലയിടങ്ങളിലേക്കും ഡൈവേർട്ടായിട്ട് വ്യതിചലിച്ച് പോവുകയും മാല നശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളറിയാതെ എവിടെയോ വെച്ച് നമ്മുടെ ബന്ധങ്ങൾ, കുടുംബാംഗങ്ങൾക്കിടയിലുള്ള ആ ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നൂലിഴകൾ ഇങ്ങനെ അടർന്നതുപോലെ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് അവൻ്റെ കുടുംബത്തോട് തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നട്ടെല്ലും നെടുന്തൂണുമായി വർത്തിക്കേണ്ടവളാണ് ഞാനടക്കമുള്ള നമ്മൾ സ്ത്രീകളെന്ന് പറയുന്നത്. മനുഷ്യനെ പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്കറിയാം. വഖലഖ മിൻഹ സൗജഹ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. റബ്ബാണ് നമ്മളെ സൃഷ്ടിച്ചത്. റബ്ബ് സൃഷ്ടിച്ച സമയത്ത് തന്നെ അവർക്ക് വേണ്ട ഇണകളെയും അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. അതിനർത്ഥം ആ സൃഷ്ടിക്കപ്പെട്ട ഇണ അയാളിൽ നിന്നാണ്, അയാൾക്ക് വേണ്ടിയാണ്, കുടുംബമായിട്ടാണ്, അയാളുടെ എല്ലാ പ്രകൃതങ്ങളോടും കൂടിയതാണ്. ഈ രീതിയിലാണ് സൃഷ്ടിപ്പ് നടക്കുന്നത്. അയാൾക്ക് ഇഷ്ടപ്പെട്ട, അയാൾക്ക് ഇണങ്ങിയ, അയാൾക്ക് ഒതുങ്ങിയ ഒരു ഇണയാണ് റബ്ബ് നൽകുന്നത്. വബസ്സ മിൻഹുമാ റിജാലൻ വകസീറൻ വനിസാ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ തുടങ്ങുകയാണ് മനുഷ്യൻ്റെ ശൃംഖല. അപ്പോഴൊക്കെ റബ്ബ് നമ്മോട് പറയുന്നുണ്ട് വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. എന്തിനാ? വലിയൊരു ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ പഠിച്ചോൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. വലിയ ദൗത്യമാണ് അത്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും നിർവഹിക്കാൻ പറ്റാത്തത്ര അത്രമേൽ പ്രധാനപ്പെട്ട ദൗത്യമാണ്. അതിനുവേണ്ടി റബ്ബ് മറ്റു ജീവജാലങ്ങളെക്കാളൊക്കെ നമ്മളെ യോഗ്യനാക്കി മാറ്റി. ഏറ്റവും നല്ല യോഗ്യതകൾ നൽകി. സൃഷ്ടികളിൽ ഏറ്റവും വലിയ യോഗ്യനാക്കി. അങ്ങനെ നമ്മൾ മനുഷ്യനായതിൽ ഇങ്ങനെ അഭിമാനിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. എന്താ ഇപ്പം ഈ അഭിമാനത്തിൻ്റെ അടിത്തറ എന്ന് പറയണത്? നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട്, നമ്മളെല്ലാവരും യോഗ്യനാണ് എന്നുള്ളതിൽ. അഭിമാനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് നിലവിലുള്ള മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളും നന്മകളും ഉൾക്കൊള്ളാൻ പറ്റിയ രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നന്മകളും മൂല്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റിയ രീതിയിലാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. അപ്പോൾ നിലവിലുള്ള മനുഷ്യകുലത്തിൻ്റെ ക്രമാനുഗതമായ വളർച്ചക്ക്, അന്നു മുതൽ ഇന്നുവരെ നിലനിന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യകുലത്തിൻ്റെ ക്രമാനുഗതമായ വളർച്ചക്ക് ഉതകുന്ന എല്ലാ മൂല്യങ്ങളും മനുഷ്യനിലുണ്ട്. വേറെ എവിടെയും നമ്മൾ തെരഞ്ഞു പോകേണ്ടതില്ല. ആ മൂല്യങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചതുമാണ്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ റബ്ബ് ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ അള്ളാഹു ശ്രേഷ്ഠനാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ശ്രേഷ്ഠത കൊടുത്തത് എന്തിനാണെന്നറിയോ? കുടുംബമായി ജീവിക്കാനുള്ള സോഫ്റ്റ്വെയർ മനുഷ്യൻ്റെ തലച്ചോറിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഒറ്റയ്ക്ക് നടക്കാൻ നല്ല എളുപ്പമാണ്, ഒറ്റയ്ക്ക് ഇങ്ങനെ പോവാൻ നല്ല സുഖമാണ്. നമ്മുടെ കുട്ടികളൊക്കെ നമ്മളോട് പറയുന്നത് പോലെ, ഞാൻ ഒറ്റയ്ക്ക് പോവാണ്, ഇവിടുന്ന് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്, എനിക്ക് വയ്യ ഇവിടെ നിൽക്കാൻ. പലപ്പോഴും നമുക്കും തോന്നാറുള്ള ഒരു കാര്യമായിരിക്കും. ആണിനായാലും പെണ്ണിനായാലും കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനൊന്നും കൂടുതൽ ആയുസ്സുണ്ടാവില്ല. അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ
ചെല്ലുന്ന ഒരിടമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. ആ സോഫ്റ്റ്വെയർ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് നമ്മൾ തിരിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തുന്നതും. കാരണം അവനൊരു സദാചാര ബോധമുണ്ട്. ആ സദാചാര ബോധമുള്ളത് കൊണ്ട് തന്നെ എന്നെ ഞാനാക്കി നിലനിർത്താൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതിലൂടെ തന്നെ ഞാൻ പോകേണ്ടതുണ്ട്. തോന്നിയതുപോലെ യാത്ര ചെയ്യേണ്ടവനോ തോന്നിയതുപോലെ തന്നിഷ്ടപ്രകാരം ജീവിക്കേണ്ടവനോ ജീവിക്കേണ്ടവളോ അല്ല എന്ന് ഈ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട സോഫ്റ്റ്വെയർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കുടുംബം വിട്ടിട്ട് ഒരു കളിയും മനുഷ്യന് നടക്കൂല. ഒരു കുടുംബത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അവൻ സീറോയാ, ഒന്നുമല്ല, ശൂന്യനായി മാറും. പക്ഷെ ഇവിടെ ഈ സദാചാരവും റബ്ബ് തന്ന മൂല്യങ്ങളും പ്രാധാന്യങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിക്കുന്ന മനുഷ്യൻ സദാചാരബോധം ഇല്ലാതാകുന്നു, മൂല്യങ്ങൾ ശോഷിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് മറ്റൊരാളെ പരിഗണിക്കാൻ പറ്റുന്നില്ല, ആദരിക്കാൻ പറ്റുന്നില്ല, വില കൊടുക്കാതിരിക്കുന്നു. ഈ കേരളത്തിൽ നമ്മളെ ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത് തന്നെയാണ് പലപ്പോഴും കുടുംബങ്ങളിൽ നടക്കുന്നത്. ഈ പരിഗണനയും മാനിക്കലും കുടുംബങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരമായിട്ടുണ്ടാകേണ്ട കാര്യം തന്നെയാണ്. തനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഉമ്മയോട് വാദിക്കുന്ന സമയത്ത് സാരിത്തുമ്പും മാക്സിത്തുമ്പും ഒക്കെ പിടിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു ബാല്യവും അതിനുശേഷം എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൗമാരമൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ യൗവനത്തിലെത്തുമ്പം തൻ്റെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആഗ്രഹിച്ച രീതിയിലുള്ള അത് കുടുംബത്തിന് ചേരോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ അവനായിട്ട് തിരഞ്ഞെടുത്തൊരു ബന്ധം അതൊരുപാട് പ്രയാസമുണ്ടാക്കുന്നതായതുകൊണ്ടും കുടുംബത്തിന് യോജിക്കാൻ പറ്റാത്തത് കൊണ്ടും ഉമ്മ അതിനെ ചോദ്യം ചെയ്തിട്ടില്ല, ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ. മകൻ പറഞ്ഞ വാക്യം എന്താന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കേൾക്കണം. അഭിപ്രായങ്ങൾ പറയണ്ട, കൂടെ നിന്നാ മതി. ഉമ്മാനോട് പറഞ്ഞതാ, അഭിപ്രായങ്ങൾ പറയണ്ട, കൂടെ നിന്നാ മതി. രണ്ടാമത്തത് എന്താ? കൂടെ നിന്നാ മതി. കൂടെ നിൽക്കണം, അത് നിർബന്ധമാണ്. എല്ലാ നിലക്കും കൂടെ നിന്നിട്ടില്ലെങ്കിൽ ആവശ്യമായ രീതിയിലുള്ള സാഹചര്യം കല്യാണത്തിന് ഉണ്ടാവില്ല. സാമ്പത്തികം വേണം, അതവൻ്റെ കയ്യിൽ വേണ്ടത്ര ഉണ്ടാവില്ല. സൗകര്യങ്ങൾ വേണം, എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കണം, കൂടെ നിൽക്കണം. പക്ഷെ എന്തിനു പാടില്ല? അഭിപ്രായം പറയാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്ന വ്യക്തി ഞാൻ എന്ത് ചിന്തിക്കുന്നുവോ, ഞാൻ എന്ത് ചെയ്യുന്നുവോ അതാണ് എൻ്റെ ശരി എന്നുള്ള ഒരു ചിന്തയിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മളിങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇതിങ്ങനെ ആയാൽ പോരാ. മൂല്യങ്ങളും പ്രാധാന്യങ്ങളും സവിശേഷതകളൊക്കെ റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ആ മൂല്യത്തെ നമ്മൾ ഉപയോഗിക്കാനും ആ മൂല്യം നമ്മുടെ കൂടെ തന്നെ കൊണ്ട് നടക്കാനും നമുക്ക് പറ്റേണ്ടതുണ്ട്. ഇപ്പൊ കുടുംബത്തിൽ പ്രായമുള്ള മാതാപിതാക്കളെ നോക്കുന്നതും ചെറിയ കുട്ടികളെയൊക്കെ കെയർ ചെയ്യുന്നതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ അത് ഇസ്ലാമികമായി നോക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ടത് തന്നെയാണ്, ഇസ്ലാമികമായി നോക്കുകയാണെങ്കിൽ ചെയ്യേണ്ടതാണ് എന്ന് കുട്ടികളുടെ അടുത്ത് നിന്ന് വരുന്ന ഉത്തരങ്ങളാണ്. പ്രായം ചെന്നവരെ നോക്കുന്നത് ഡ്യൂട്ടിയാണോ സർവീസാണോ എന്ന് ചോദിച്ചാൽ അത് ഡ്യൂട്ടിയായി മാറിയിട്ടുണ്ട്. സ്വന്തം വീട്ടിലെ പ്രായം ചെന്ന മാതാപിതാക്കളെ നോക്കുന്നത് കടമയാണ്. കൂടെ നിന്ന് തരല് മാതാപിതാക്കളുടെ ഡ്യൂട്ടിയാണ്. അതാ അവർ പറയണത്. ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന് തരിക എന്നുള്ളതും ഞങ്ങൾക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളും സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതും പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് കേട്ടോ, നിങ്ങളുടെ കടമയാണ് അത് ചെയ്തു തരാന്നുള്ളത്. എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ തോന്നിയതുപോലെ സർക്കിൾ വിട്ട് പരിധി വിട്ട് ഞാനിങ്ങനെ പറക്കുന്നു, ആ സമയത്ത് എനിക്ക് തോന്നിയ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരല് നിങ്ങളുടെ ഡ്യൂട്ടി. ഇത് ഇസ്ലാമികമായ മര്യാദ, സാമൂഹികമായ മര്യാദ എന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് സത്യവിശ്വാസിയാണോ അത് അവരുടെ ബാധ്യതയാണ്, സർവീസാണ്.
അത് കുടുംബത്തിനു വേണ്ടി ചെയ്യേണ്ടതാണ്. ഒരു മൃഗം അതിനൊരു കുഞ്ഞ് ജനിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് അവരുടെ കുടുംബം വേർപെട്ടു പോവുകയും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പല ഇടങ്ങളിലായിട്ട് വളരുകയും ചെയ്യുന്നതിനെ ആശ്രയത്വം എന്നാ പറയാം. കുറച്ച് കാലത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ് ആശ്രയത്വം എന്ന് പറയുന്ന സംവിധാനം. ആ കോഴിക്കുഞ്ഞിന് അമ്മയുടെ സഹായം വേണം. കൊത്തിച്ചിക്കി പെറുക്കി കൊടുക്കാൻ, പുഴുകളെയൊക്കെ ഇങ്ങനെ കൊത്തി പെറുക്കി കൊടുക്കാൻ, ധാന്യമണികൾ കൊത്തിക്കൊടുക്കാൻ അമ്മൻ്റെ അച്ഛൻ്റെ ഒക്കെ സഹായം വേണം. പക്ഷെ ഒരു കാലം കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നടക്കാനും ഇര തേടി കഴിക്കാനും പ്രാപ്തമാകുന്നതോടുകൂടി ആ കുഞ്ഞിനെ ഈ മൃഗം മറ്റൊരു മൃഗമായിട്ടാണ് കാണുന്നത്. അത് കാട്ടിൽ എവിടെയോ താമസിച്ചുകൊണ്ടിരിക്കാം. അതും ഇതുമായിട്ട് പിന്നെ ബന്ധങ്ങളില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെ പറ്റില്ല, മനുഷ്യൻ അങ്ങനെ കഴിയില്ല. പക്ഷെ ഇവിടെ ഓരോ പ്രായത്തിനനുസരിച്ച് എനിക്ക് ചെയ്തു തരേണ്ട കർത്തവ്യങ്ങൾ, കടമകൾ നിർബന്ധമായിട്ടും എൻ്റെ മാതാപിതാക്കൾ ചെയ്തു തന്നിരിക്കണമെന്നുള്ള നിർബന്ധവും വാശിയും അതവരുടെ കടമയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ടാണ് തലമുറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, കുറേയൊക്കെ നമ്മുടെ അടുത്തും ഫാൾട്ടുണ്ട്. ഈ കടമയും ബോധ്യപ്പെടുത്തലും ഉത്തരവാദിത്തങ്ങൾ അടിച്ചേൽപ്പിക്കലും കുറേയൊക്കെ തലമുറകൾ ചെയ്തു പോയിട്ടുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു പെൺകുട്ടി, ഇവിടെ പെൺകുട്ടികൾ ഉള്ള ഒരുപാട് രക്ഷിതാക്കൾ ഇരിക്കുന്നുണ്ട്. അവൾ നന്നായി പഠിക്കും, അവൾക്ക് ഒരു മാർക്കൊക്കെ കുറഞ്ഞു പോയി അവളുടെ ഉപ്പക്കും ഉമ്മക്കൊക്കെ സങ്കടമാണ്, ചീത്തയൊക്കെ പറയും. രാത്രി വൈകുവോളം അവളുടെ കൂടെ വായിക്കാൻ വേണ്ടി ഇരുന്ന് കൊടുക്കും, എല്ലാ സംവിധാനം സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു മോള് +2 എത്തിയപ്പോൾ ഒരു വിഷയത്തിന് മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഉപ്പ വിഷമിച്ചു, ചെറുതായിട്ട് അവളൊന്ന് തല്ലി, അവൾ ആ വേദന സഹിച്ചു. അവൾ നന്നായി പഠിക്കാൻ തുടങ്ങി. ശ്രമിച്ചിട്ടും പഠിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ അവസാനം അവൾ ട്യൂഷനൊക്കെ ഉപയോഗപ്പെടുത്തി പഠിച്ചു, റിസ്ക് എടുത്തു, നന്നായി പഠിച്ചു, ഒരു ഡിഗ്രിയൊക്കെ ക്വാളിഫൈഡ് ആയി. അവൾ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയക്കുന്നു. പിറ്റേ ദിവസം മുതൽ അവൾ കേൾക്കുന്നത്, പെണ്ണുങ്ങൾ പഠിക്കാൻ പോയാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്, പെണ്ണുങ്ങൾ ജോലിക്ക് പോയാൽ കുടുംബത്തിൻ്റെ കാര്യം നല്ല നിലക്ക് നടക്കൂല, പണിയെടുക്കേണ്ടവളാണ്, പുറത്തു പോകേണ്ടവളല്ല. അപ്പം ഈ പറയുന്ന രീതി എന്ന് ഞാൻ പറയണത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന രീതിയിലല്ല അവളെ അവിടെയുള്ള സ്ഥാനക്കാരിയായിട്ട് പരിഗണിക്കേണ്ടത്. ഈ രീതി അവർക്ക് പറ്റിയില്ല. പെൺകുട്ടികളെ കിട്ടാനില്ലാത്ത ഒരവസ്ഥ വരുന്നതിൻ്റെ തൊട്ടു മുന്നേ, ഈ ഒരു ഇങ്ങനെയുള്ള കണ്ടീഷൻ്റെ തൊട്ട് മുന്നേയുള്ള ഒരു കാലഘട്ടം എന്ന് പറയാൻ വയ്യ, ഒരു 4-5 വർഷത്തോളമൊക്കെ ആയിട്ട് ഇപ്പോൾ കുട്ടികളെ കിട്ടാനില്ലാത്ത പരാതി പലപ്പോഴും പലരും പറയുന്നുണ്ട്. കുട്ടികളില്ലാഞ്ഞിട്ടല്ല, വിവാഹം വേണ്ട. എന്തുകൊണ്ട് ഗാമോഫോബിയ, വിവാഹത്തെ പേടി. ഒരു മോൾ എന്നോട് കൂളായിട്ട് ഞാൻ ചോദിച്ച സമയത്ത് അവൾ മൈക്കങ്ങോട്ട് എന്നോട് വാങ്ങിയിട്ട് പറഞ്ഞു, ടീച്ചറെ, ഞാൻ കല്യാണത്തെ പേടിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിക്കുമ്പം, ഞാൻ വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയുടെ ഉമ്മയാണ്, എനിക്ക് 1.5 വയസ്സേ ഒരു മോനുണ്ട്, ഇപ്പോഴും സ്റ്റിൽ ഞാനിത് വേണ്ടില്ലായിരുന്നു എന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടിയെ അല്ല, വിവാഹം വേണ്ടില്ലായിരുന്നു എന്ന്. എൻ്റെ സദസ്സിലുള്ള കുട്ടികൾ മുഴുവൻ കല്യാണം കഴിക്കാത്തവരാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ടീനേജ് ഗേൾസ് മാത്രമുള്ളൊരു സെഷനായിരുന്നു. ഈ ചോദ്യം ആരെങ്കിലും ചോദിച്ചു കിട്ടിയ ഉത്തരം പറയാമായിരുന്നു എന്നുള്ള രീതിയിലാണ് അവൾ മുന്നോട്ട് വന്നത്. എന്നിട്ടാണ് അവളിത് പറയണത്. ഞാൻ ചോദിച്ചു, എന്താ മോളെ കാര്യം? നമ്മളൊക്കെ ഓരോ വീട്ടിലുള്ള ഉമ്മമാരും പാപ്പമാരും ഒക്കെയാണേ, നമുക്കുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ. അവൾ പറഞ്ഞത്, ടീച്ചറെ, വിവാഹം കഴിച്ച് കൊണ്ടു ചെല്ലുന്ന വീടകങ്ങളിലെ ഒട്ടുമിക്ക ബന്ധങ്ങളും ടോക്സിക്കാണ്. ടോക്സിക് അവരെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്, വിഷമയം. അത്രത്തോളം, അതെ, അങ്ങനെയാണ് അത് അർത്ഥമാക്കുന്നത്. അത്രത്തോളം ഓരോ ബന്ധങ്ങളും, അത് ഭർത്താവിൻ്റെ ഉമ്മ ആയിക്കോട്ടെ, ഉപ്പ ആയിക്കോട്ടെ, അവരുടെ ജ്യേഷ്ഠ സഹോദരന്മാർ, ഏത് ഇൻലോസ് ആയിക്കോട്ടെ, മുത്തച്ഛിയോ ഇളച്ചിയോ സഹോദരനോ പെങ്ങന്മാരോ ആരായിക്കോട്ടെ, അനാവശ്യമായിട്ട് അതിരിനപ്പുറത്തേക്ക് കടന്നു വരികയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെന്ന മകൾ എൻ്റെ വീട്ടിൽ നിന്ന് എത്രത്തോളം കപ്പാസിറ്റിയും എബിലിറ്റിയും ഉപയോഗിച്ച് എൻ്റെ കഴിവുകൾ ഇങ്ങനെ വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നുവോ,
അതിനൊരു വില പോലും കൊടുക്കാതെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാതിരിക്കുന്നത്. അത്രമേൽ അവഗണനയാണ് ഓരോ പെൺകുട്ടികൾക്കും പല വീടുകളിലും, എല്ലാ വീടുകളിലും അല്ല, പല വീടുകളിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്വകാര്യതക്കോ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനോ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യം, കല്യാണം കഴിച്ച ആദ്യത്തെ റസൂലുള്ളാഹിൻ്റെ മാതൃക അങ്ങനെയാണ്. റസൂലുള്ളാഹി നമ്മളോട് കൽപ്പിച്ചത് നിങ്ങളൊക്കെ കേട്ട കാര്യം തന്നെയാണ്. അത് ഓരോരുത്തരും അവരവരുടെ വീടകങ്ങളിൽ നടത്താൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കി. ആദ്യത്തെ 7 ദിവസങ്ങളിൽ ആ പെൺകുട്ടിയും അവളുടെ ഭർത്താവും അവരൊരുമിച്ച് ഇടപഴകാനും പരിചയപ്പെടാനും യാത്ര ചെയ്യാനും സ്നേഹം, അവരുടെ ഉള്ളിലുള്ള ആ സ്നേഹം, അത് ഉള്ളിൽ നിന്ന് ഉണ്ടായി വരേണ്ട ആ സ്നേഹത്തെ ആവോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇണക്കമുണ്ടാവാനും ഇമ്പമുണ്ടാവാനും ഒക്കെ ഉള്ള കാലഘട്ടമാണ്, ദിവസങ്ങളാണ്. ആ സമയത്ത് അവരുടെ സ്വകാര്യതക്കും അവരുടെ സ്വാതന്ത്ര്യത്തിനൊന്നും വിലങ്ങ് വെക്കാൻ പാടില്ല. ഒരു അമ്മായി ഉമ്മ എന്ന് പറയുന്ന ഈ മകൻ്റെ ഉമ്മ പറയാണ്, മക്കളെ നിങ്ങൾ എത്ര ദിവസമായി, 2-3 ദിവസമായി എങ്ങോട്ടും പോയിട്ടില്ലല്ലോ, നിങ്ങൾ ഒറ്റയ്ക്കൊരു യാത്ര പോയി നോക്കി, എവിടേക്കെങ്കിലും ഒന്ന് ബുക്ക് ചെയ്ത് പോയി, അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് ഒന്ന് ചെല്ലി, എന്നിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ, നിങ്ങളുടെ സമയമാണിപ്പം. അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന റെസ്പെക്റ്റ് തിരിച്ചും കിട്ടും. ഇതെൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയാണ്, അവരെനിക്ക് തരുന്നൊരു വാല്യൂ എത്രത്തോളം ഉണ്ട്. പടച്ചോൻ, എങ്ങനെയുള്ളൊരു ഉമ്മയാണല്ലോ എനിക്ക് കിട്ടിയത്, അത് മരണം വരെ അങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. ഒരു ട്രോമയാണ് നമ്മൾ ആ മനസ്സിന് കൊടുക്കുന്നത് എങ്കിൽ ആ ദുരന്തം പിന്നെ തീരൂല. പിന്നെ വർഷങ്ങൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ ആ ഉമ്മയോ ആ വീട്ടിലുള്ള മറ്റു ബന്ധക്കാരോ ബന്ധുക്കളോ ഏറ്റവും അടുത്ത് ഇടപഴകുന്നവരോ എത്ര നന്നായി ആ പെൺകുട്ടിയോട് ഇടപഴകാൻ നോക്കിയാലും ആദ്യത്തെ ഇംപ്രഷൻ, ആദ്യമായിട്ട് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കുത്തിവെച്ചിട്ടുള്ള ആ ഇഞ്ചക്ട് ചെയ്തിട്ടുള്ള ആ വാക്കുകൾ അവിടെ അടിയിൽ അങ്ങോട്ട് കിടക്കും. പിന്നുള്ളൊക്കെ മേലേക്ക് ഇങ്ങനെ ചെന്ന് വീഴുള്ളൂ. കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലൊരു ടീച്ചർ ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ആ ടീച്ചറോട് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ? ആദ്യത്തെ 7 ദിവസം ഞാൻ എൻ്റെ മരുമകളോട് ഒരു ഇല പോലും എടുത്തു വെപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് അത്ഭുതമായി. സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മുസ്ന, ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് ഒരു കാര്യം കാണിച്ചു തരാമെന്ന്. അങ്ങനെ അവരും അവരുടെ മരുമോളും ഇങ്ങനെ ഒരുമിച്ചിരിക്കുക. എന്നെ വിളിച്ചു. ആ മരുമോളടുത്ത് പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ആ മരുമോളുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് തന്നെ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോളെ ഇതൊക്കെ സത്യം, ഇങ്ങനെയൊക്കെ നടക്കുന്ന വീടുകളുണ്ടല്ലേ? ഉമ്മ പറഞ്ഞത് സത്യമാണ്. ഉമ്മ ഇത്രയും ദിവസം 4-ാമത്തെ 5-ാമത്തെ ദിവസമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്, ഇത്രയും ദിവസം എൻ്റെ ഭർത്താവുമായിട്ട് കൂടുതൽ 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 പരിചയപ്പെടാനുള്ള, അറിയാനുള്ള, ഇടപഴകാനുള്ള ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. ശേഷം അവരുടെ വാഹനത്തിൽ ഒരു അരമണിക്കൂർ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഈ മകനുണ്ട്, ഈ മരുമകളുണ്ട്, ഈ ഉമ്മയുണ്ട്. ഉമ്മ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ മകനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നിപ്പം ഞങ്ങളെ വീട്ടിൽ എന്നെ ഒരു സ്ഥലത്ത് ഇറക്കി വിട്ട് പിന്നെ ആ ഉമ്മയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇന്ന് നിങ്ങൾ വീട്ടിൽ കയറരുത് കേട്ടോ, ഇന്നെങ്കിലും നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയില്ലെങ്കിൽ ശരിയാവില്ല. 60 above ഏജുള്ള ഒരു ഉമ്മയാണ് പറയണത്, 60 വയസ്സിൻ്റെ മേലെയുള്ള ഒരു ഉമ്മയാണ് പറയണത്. നമ്മളൊന്ന് ആലോചിക്കണം. ആദ്യ കാലഘട്ടങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന റെസ്പെക്റ്റ് തിരിച്ചു കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ആ രീതിയിലായിരിക്കണം ഓരോരുത്തരോടും നമ്മൾ ഇടപഴകേണ്ടത്. ഇത് എൻ്റെ മോള് മറ്റൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ മകളോട് നമ്മൾ ഇടപഴകേണ്ടത്. അവളുടെ ക്വാളിറ്റികളെ, അവളുടെ ഗുണങ്ങളെ, അവളുടെ കഴിവുകളെ, അവൾ ജോലിക്ക് പോകാതിരുന്നോട്ടെ, അതിനൊന്നും ഇസ്ലാം മതം വിലക്ക് നൽകുന്നില്ല. അതൊക്കെ അവളുടെ ഇഷ്ടമാണ്. അവളുടെ കഴിവുകളെ ഉയർത്തി കാണിക്കുകയും ഉയർത്തി പറയുകയും അതിന് വേണ്ടത്ര അപ്രീസിയേഷൻ, അഭിനന്ദനങ്ങൾ കൊടുക്കുകയും വേണം. ഞങ്ങളൊക്കെ പഠിച്ചിട്ടാണോ ഇന്ന കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു,
അതൊക്കെ ശരി തന്നെയാണ്. അതൊക്കെ അംഗീകരിക്കാൻ അവൾക്ക് പറ്റും. ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ അവൾക്ക് വേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ മരുമകളാകുന്ന അക്കൗണ്ടിലേക്ക് സ്നേഹവും ആദരവും ബഹുമാനവും വിനയവും ലാളിത്യവും എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. തിരിച്ചിങ്ങനെ കിട്ടും. അല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ അവിടെ കൊണ്ടാക്കി ഇവിടെ കൊണ്ടാക്കി ഒരവസ്ഥ വരുന്നുണ്ട്. ഇസ്ലാം ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സ്വകാര്യത അനുവദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്വകാര്യതയിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ തീരുമാനമെടുക്കാൻ അവൾക്ക് അധികാരവും അവകാശവും ഉണ്ടെന്ന് അവളെ ബോധ്യപ്പെടുത്തണം. ഇങ്ങനെ വരുന്ന സമയത്ത് അവൾ വിവാഹത്തിലേക്ക് എത്തുള്ളൂ. കുട്ടികൾ പറഞ്ഞ കാര്യം സ്ഥിരമായിട്ട് ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് സംഭവിക്കണം എന്താ, കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിച്ചു പോവാണ്, ജീർണിച്ചു പോവാണ്. ഉള്ളിടത്തൊക്കെ വഴക്കും പ്രയാസങ്ങളുമാണ്, അല്ലാത്തിടത്ത് കല്യാണങ്ങൾ നടക്കുന്നുമില്ല. നമ്മുടെ കാരണം കൊണ്ട്, നമ്മുടെ വാക്ക് കൊണ്ട് ഒരാൾക്ക് വേദന ഉണ്ടാവാൻ പാടില്ല. ഇതൊരു മനുഷ്യനാണ്. ഇത് കുടുംബത്തിൽ നല്ലോണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കാതുകൾക്ക് കേൾക്കാൻ എന്താണോ ഇമ്പം അതല്ല നമ്മൾ പറയേണ്ടത്. നമ്മുടെ നാവിന് രുചിയുള്ളതല്ല നമ്മൾ പറയേണ്ടത്. കേൾക്കുന്നയാളുടെ കാതിന് എന്താണോ കേൾക്കാൻ ഇഷ്ടം അതാ നമ്മളുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കേണ്ടത്. ഇത് വലിയൊരു ഘടകമാണ്, കുടുംബത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നതും സ്ത്രീകളാലാണ് ഏറ്റവും കൂടുതൽ ഇരയാകുന്നതും. സത്യമല്ലേ? എല്ലാ കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു പരിധിവരെ കാരണം സ്ത്രീകളാണ്. ഇത് അനുഭവിക്കുന്നതും സ്ത്രീകളാണ്.